നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നും അധികമാകരുത്. അത് സ്നേഹമായാലും ബന്ധമായാലും പ്രണയമായാലും. സ്നേഹത്തെ പണം കൊടുത്തു മേടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ മനുഷ്യർ അതിന് ലോൺ എടുത്തേനെ. മറിച്ച് വിൽക്കുവാൻ പറ്റുമായിരുന്നെങ്കിൽ പലരും ഇന്ന് സമ്പന്നരായേനെ. ഇതിപ്പോൾ വെറുതെ കിട്ടുന്നതല്ലേ. അതുകൊണ്ടാകും പലർക്കും അത് വിലയില്ലാതെ പോയത്. ആത്മാർത്ഥ സ്നേഹം കൊതിച്ച് വിശ്വസിച്ച് വഞ്ചനയുടെ വേദനയിലൂടെയും കൊടും രോഗത്തിന്റെ കാഠിന്യത്തിലൂടെയും ജീവിച്ച് കടന്നുപോയ നടി ശ്രീവിദ്യയുടെ അന്ത്യാഭിലാഷമെങ്കിലും സഫലീകരിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിഷ്കളങ്കമായ ചിരിയും കുസൃതി നിറഞ്ഞ നോട്ടവും വിടർന്ന മനോഹരമായ നയനങ്ങളും സുന്ദരമായ ചുണ്ടുകളും അങ്ങനെ എല്ലാം കൊണ്ടും സൗന്ദര്യധാമമായ നടി ശ്രീവിദ്യ അഭിനയ മികവ് കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു, മനസ്സുകളെ കീഴടക്കിയിരുന്നു. അവരുടെ വേർപാട് മലയാളികളുടെ മനസ്സിന് ഇന്നും ഒരു നൊമ്പരമാണ്. അഭിനയ ചക്രവർത്തിനിയായി നമ്മുടെ മുൻപിലെത്തി നമുക്ക് ഉന്മേഷവും സന്തോഷവും പകരുമ്പോൾ അവരുടെ ഉള്ളിലെപ്പോഴും ഒരു സങ്കടക്കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. അത് ചെറിയ പ്രായം മുതൽ മരണം വരെയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനേത്രിയായിരുന്നു ശ്രീവിദ്യ. ശ്രീവിദ്യയ്ക്ക് പകരം ശ്രീവിദ്യ മാത്രം. കുടുംബം, കുട്ടികൾ, ഭർത്താവ്, ഇതെല്ലാം എല്ലാവരെയും പോലെ ശ്രീവിദ്യയും സ്വപ്നം കണ്ടിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും മോഹങ്ങളും സ്വപ്നങ്ങളും മാത്രമായിരുന്നു. ഇതൊക്കെ തീരാവേദനയായി മനസ്സിൽ ചുമന്നുകൊണ്ടാണ് അവർ കടന്നുപോയത്. സമ്പത്തും പ്രശസ്തിയും പദവിയും ഒക്കെ വന്നു ചേർന്നാൽ എല്ലാമായി എന്ന് കരുതുന്നവർക്ക് പഠിക്കാവുന്ന ഒരു പാഠപുസ്തകമാണ് ശ്രീവിദ്യയുടെ ജീവിത വഴികൾ. ജീവിച്ചിരിക്കുമ്പോൾ ശ്രീവിദ്യ ആഗ്രഹിച്ചിരുന്ന ഒന്നും തന്നെ നടന്നില്ല. എന്നാൽ തന്റെ മരണശേഷം നടക്കുമെന്ന് പ്രത്യാശ വെച്ചിരുന്ന ആഗ്രഹങ്ങളും നടന്നില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ്. അവർ ചെറിയ പ്രായം മുതൽ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് നേടിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിർധനരായ പാവപ്പെട്ടവർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു വിൽപത്രം തയ്യാറാക്കിയ ശേഷമാണ് അവർ കടന്നുപോയത്. അതൊന്നും ഇന്ന് വരെ അതിന് നിയോഗിച്ചവർക്ക് പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചില്ല. അത് അവരുടെ ആത്മാവിനോട് പോലും ചെയ്യുന്ന നീതികേടല്ലേ. പുത്തൻ ഉണർവും പുതിയ പ്രതീക്ഷയുമായി കടന്നു വന്ന UDF ഗവൺമെന്റിനെ കൊണ്ട് വിദ്യാമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ എന്നെ കൊണ്ടാകും വിധം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ സന്തോഷ വാർത്ത നിങ്ങളുമായി കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ്. ബാല്യകാലത്ത് വിദ്യാമ്മയുടെ ജീവിതം ഒരു അനാഥ ബാലികയെ പോലെയായിരുന്നു. കർണാടക സംഗീതജ്ഞ വസന്തകുമാരിയുടെ മകളായിരുന്നല്ലോ വിദ്യാമ്മ. സംഗീത പരിപാടികളുമായി എപ്പോഴും ലോക പര്യടനം നടത്തിയിരുന്ന വസന്തകുമാരിക്ക് മകളെ ശ്രദ്ധിക്കാൻ സമയം ലഭിച്ചിരുന്നില്ല. തിരക്കുള്ള മാതാവിന്റെയും അസുഖബാധിതനായ പിതാവിന്റെയും കൂടെയുള്ള ജീവിതം അവർക്കേകിയത് അനാഥത്വമാണ്. അല്പം സ്നേഹത്തിന് വേണ്ടി കൊതിച്ച ശ്രീവിദ്യ ട്രാവൻകൂർ സഹോദരിമാരായ ലളിത, പത്മിനി, രാഗിണിമാരുടെ ഡാൻസ് ട്രൂപ്പിൽ ചേരുന്നു. തന്റെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കാത്ത സ്നേഹം അവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് ശ്രീവിദ്യ പറഞ്ഞിട്ടുള്ളത്. ഡാൻസ് ട്രൂപ്പിൽ അംഗമായതോടുകൂടി വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് ആ സഹോദരിമാർ ശ്രീവിദ്യയെ പരിഗണിച്ചത്. ആ ട്രൂപ്പിലെ മറ്റൊരു അംഗമായിരുന്ന സുകുമാരി ചേച്ചിയും ഒരു കൊച്ചനുജത്തിയെ പോലെ സ്നേഹ പരിലാളനകൾ നൽകിയിരുന്നു. അവരോടൊപ്പമുള്ള സഹകരണവും സ്നേഹവുമൊക്കെയാണ് സിനിമാ രംഗത്തേക്കുള്ള ശ്രീവിദ്യയുടെ കടന്നുവരവ് എളുപ്പമാക്കിയത്. ശ്രീവിദ്യയുടെ ദേവീ സങ്കല്പം പോലെയുള്ള സുന്ദരമായ മുഖം അന്നത്തെ കാലത്ത് പുരാണ ചിത്രങ്ങളിൽ ഭാഗമാകുന്നതിലേക്ക് അവരെ സഹായിച്ചു. 1969 പുറത്തിറങ്ങിയ കുമാരസംഭവം എന്ന ചിത്രത്തിൽ മേനകയായി വേഷമിട്ടതോടുകൂടി അപ്സരസുന്ദരിമാരുടെ കൂട്ടത്തിൽ മറ്റൊരു അപ്സരസായി അവരുടെ പേരും ചേർക്കപ്പെട്ടു. ഏത് തരം വേഷവും വിദ്യാമ്മയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. മികച്ച വേഷങ്ങൾ കൊണ്ടും അവർ നേടിയ പുരസ്കാരങ്ങൾ കൊണ്ടും അതിലുപരി സ്നേഹം കൊണ്ടും ശ്രീവിദ്യയെ മലയാളക്കര ചേർത്തു പിടിച്ചു. പ്രണയത്തോട് എന്നും അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ശ്രീവിദ്യയ്ക്ക്. അങ്ങനെ ഒരു പ്രണയമാണ് ശ്രീവിദ്യയുടെ ജീവിതം അടിമുടി മാറ്റിമറിച്ചത്. സൊല്ലത്താൻ നിനക്കിറേൻ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തുമ്പോഴാണ് ആ ചിത്രത്തിലെ നായകനായ കമലഹാസനുമായി കൂടുതൽ അടുക്കുന്നതും പ്രണയം
ആരംഭിക്കുന്നതും. കമലഹാസനോടുള്ള അവരുടെ അടങ്ങാത്ത പ്രണയം തന്നെ ഉന്മാദ ലഹരിയിലെത്തിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായത് കമലഹാസനോടുള്ള പ്രണയവും അയാളോടുള്ള അടുപ്പവുമാണെന്നാണ് ആ പാവം ധരിച്ചിരുന്നത്. എന്നാൽ ആ പ്രണയം പൂവണിയാതെ പോയപ്പോൾ അവിടെ തുടങ്ങി ശ്രീവിദ്യയുടെ ജീവിതത്തിലെ താളപ്പിഴക്കൽ. ഈ പ്രണയ നൈരാശ്യം തീരും മുൻപേ ഒരു വാശി എന്നോണം അവരുടെ മനസ്സിനെ മറ്റൊരു പ്രണയത്തിലേക്ക് തിരിച്ചുവിട്ടു. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് അവർ ചെന്ന് വീണത്. വമ്പൻ നിർമ്മാതാവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രണയത്തിൽ വീഴ്ത്തി വിവാഹം കഴിച്ച ജോർജുമായിട്ടുള്ള വിവാഹ ജീവിതം ദുരിതവും ദുഃഖവും ദുരന്തവും നിറഞ്ഞതായിരുന്നു. അടിയും ഇടിയും തൊഴിയും ഏറ്റുവാങ്ങി എന്നത് മാത്രമല്ല, അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യവും അയാൾ അപഹരിച്ചു, കൈവശപ്പെടുത്തി. ജീവിതത്തിൽ നിന്നും ജോർജിനെ ഒഴിവാക്കുന്നതിനായും സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുന്നതിനുമായി വർഷങ്ങളുടെ നിയമ പോരാട്ടം നടത്തേണ്ടതായും വന്നു. പിന്നീടങ്ങോട്ട് ഒരല്പ സ്നേഹത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു. അത് നെല്ലും പതിരും തിരിഞ്ഞു മാറ്റാത്ത ഒരു യാത്രയായിരുന്നു. മലയാളത്തിൽ കൂടാതെ തമിഴിലും തെലുങ്കിലുമായി നിരവധി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു, നിരവധി കോടികൾ സമ്പാദിച്ചു കൂട്ടി. ഈ സമയത്ത് വിദ്യാമ്മയുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ മുട്ടിട്ടു. അഭിനയമൊക്കെ നിർത്തുന്ന കാലത്ത് സ്വസ്ഥമായി അമേരിക്കയിൽ പോയി വിശ്രമ ജീവിതം നയിക്കണം. അതുമല്ലെങ്കിൽ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സത്യസായി ബാബയുടെ ആശ്രമത്തിൽ പോയി ജീവിതം തുടങ്ങണമെന്നും ആഗ്രഹിച്ചിരുന്നതായി അവർ പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ ഒരുപാട് നെയ്തു കൂട്ടിയെങ്കിലും അതിലൊന്നുപോലും നിറവേറ്റാൻ കഴിയാതെ മടങ്ങേണ്ടി വന്ന നിർഭാഗ്യവതിയായ നടിയാണ് വിദ്യാമ്മ എന്നത് ഒരു പരമാർത്ഥമാണ്. ജീവിത സൗകര്യങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുമ്പോഴാണ് വിധിയുടെ ക്രൂരത ഒരു വെള്ളിടി പോലെ അവരിൽ വന്ന് ഭവിക്കുന്നത്. താൻ ഒരു ക്യാൻസർ രോഗിയാണെന്നുള്ള സത്യം അവരെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ജീവിതം കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും മനസ്സിന് മാത്രമല്ല അവരുടെ ശരീരത്തിലും രൂപത്തിലും അത് പ്രകടമായ മാറ്റങ്ങൾ വരുത്തി. അതീവ സുന്ദരിയായിരുന്ന വിദ്യാമ്മയുടെ ചുരുണ്ട കാർക്കൂന്തലുകളൊക്കെ കൊഴിഞ്ഞുപോയി. കണ്ണുകളിലെ തിളക്കവും ചേതനയുമൊക്കെ നഷ്ടപ്പെട്ടു. വശ്യമായ ചിരിയോടുകൂടി സംസാരിച്ചിരുന്ന ആ മുഖം കാർമേഘം പോലെ ഇരുണ്ട് ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീർത്ത വയറുമായി വേദന സഹിക്കാനാകാതെ മരണവും കാത്തുകിടക്കുന്ന വിദ്യാമ്മയെ കുറിച്ച് അന്ന് പലരും പറഞ്ഞപ്പോൾ കണ്ണുകൾ ഈരണ്ണണിയാതെ മനസ്സാക്ഷിയുള്ളവർക്ക് അത് കേട്ടിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. സംവിധായകൻ ഭരതൻ ഉൾപ്പെടെ എത്രയോ പേർ തന്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന് പ്രണയവും സ്നേഹവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും പരിശുദ്ധ പ്രണയത്തിന്റെ പ്രണയമായി അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് കമലഹാസനുമായിട്ടുള്ള പ്രണയമായിരുന്നു. തന്റെ ഹൃദയവും കരളുമൊക്കെ അദ്ദേഹത്തിന് നൽകി സ്നേഹിച്ചിട്ടും തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ തന്റെ ആദ്യ കാമുകനെ ഒരു നോക്കു കാണുവാൻ അവസാന നിമിഷം വിദ്യാമ്മയുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. ആഗ്രഹം അറിയിച്ചപ്പോൾ കുറ്റബോധത്തോടെയാണെങ്കിലും അയാൾ ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തു. അവർക്കൊരു നോക്ക് കാണുവാൻ അദ്ദേഹം എത്തുകയും ചെയ്തു. രോഗം പിടിപെട്ട് ഇനി താൻ അധിക നാൾ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാമ്മ തന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ തനിക്ക് വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അവർ ഏറ്റവും വിശ്വസ്തനായി തെരഞ്ഞെടുത്തത് മുൻമന്ത്രി ഗണേഷ് കുമാറിനെ ആയിരുന്നു. അതിലും വിദ്യാമ്മയുടെ കണക്ക് കൂട്ടലുകൾ പാളിപ്പോയി എന്ന് പറയാതെ വയ്യ. വിദ്യാമ്മ ആഗ്രഹിച്ചിരുന്നത് തന്റെ സമ്പാദ്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നിർധനരായ വിദ്യാർത്ഥികളെ നൃത്തം അഭ്യസിക്കാനുള്ള ഒരു നൃത്ത വിദ്യാലയം തുടങ്ങണമെന്നും പാവപ്പെട്ട പലരെയും സഹായിക്കണമെന്നും ഊന്നിപ്പറഞ്ഞുകൊണ്ടൊരു വിൽപത്രമുണ്ടാക്കി അത് ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു. ഇതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും ഗണേഷ് കുമാറിൽ നിക്ഷിപ്തമാണെന്നും ബില്ലിൽ പറഞ്ഞിരുന്നു. എന്നാൽ വിദ്യാമ്മയുടെ മരണശേഷം അവരുടെ സഹോദരനും ബന്ധുക്കളും ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കേസും കോടതികളുമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ താൻ എല്ലാം ഗവൺമെന്റിനെ ഏൽപ്പിച്ചു പിന്തിരിഞ്ഞു എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആയാലും 20 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു വിദ്യാമ്മ ഈ ആഗ്രഹങ്ങൾ ഏൽപ്പിച്ച് കടന്നുപോയിട്ട്. നാളിതുവരെ ഈ ആഗ്രഹ സഫലീകരണത്തിന് മുതിരാൻ ആരും തയ്യാറായിട്ടില്ല. ചെന്നൈയിലെ കോടികൾ വിലയുള്ള അവരുടെ ഫ്ലാറ്റ് കഴിഞ്ഞ 20 വർഷമായി കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കാത്തത് കാരണം ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുകയാണെന്നും ഫ്ലാറ്റ് ആകെ നശിച്ചു കിടക്കുകയാണെന്നും പറയപ്പെടുന്നു. കൂടാതെ തിരുവനന്തപുരത്തുള്ള ഒരു പടുകൂറ്റൻ വീടും ധാരാളം സ്വർണ്ണാഭരണങ്ങളും ബാങ്ക്
ബാലൻസുകളും അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഒരു പിടിയുമില്ല. സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം സംഭാവനകൾ നൽകിയ ഒരു പാവം സ്ത്രീയുടെ അന്ത്യാഭിലാഷമെങ്കിലും സഫലീകരിക്കുവാൻ എന്നാലാകും വിധം ഞാനും പരിശ്രമിക്കും. അതിനുവേണ്ടി ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിന്റെ നടത്തിപ്പിനായി ഫിലിം അക്കാദമിയെയോ ക്ഷേമനിധി ബോർഡിനെയോ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. സിനിമയിലെ 2 MLA-മാർ നമുക്കിപ്പോൾ ഉണ്ട്, ആര്യാടൻ ഷൗക്കത്തും പിഷാരടിയും. അവരെയും ഞാൻ ഇക്കാര്യം ധരിപ്പിക്കും. ഇതിലേക്കായി ഗവൺമെന്റിന് വലിയ മുതൽ മുടക്കൊന്നും ആവശ്യമില്ലല്ലോ. അതിലേക്കുള്ള പണവും സ്വത്തുമൊക്കെ അവർ വിശ്വസ്തനെ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. ശ്രീവിദ്യയുടെ ഈ ആഗ്രഹം സഫലീകരിക്കേണ്ടത് സിനിമാക്കാരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. എന്തായാലും ഈ ഗവൺമെന്റ് വിദ്യാമ്മയുടെ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് ഉതകുന്ന സമീപനങ്ങൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീവിദ്യയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.